സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു സിംഗിൾ ഫേസ് സപ്ലൈ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാക്ടിക്കലി നോക്കുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ബൈ റൊട്ടേറ്റിംഗ് എ കോയിൽ അറ്റ് എ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി, അല്ലെങ്കിൽ ബൈ റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി. അത് രണ്ട് തരത്തിൽ സാധിക്കും. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫിഗർ നോക്കുക. നമുക്ക് ഒരു രണ്ട് മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരെണ്ണം നോർത്ത് പോളും ഒരെണ്ണം സൗത്ത് പോളും. ദെൻ ഇതിന്റെ ഇടയിൽ ഒരു certain മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ബി എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ള, എന്താ ഫ്ലക്സ് ഡെൻസിറ്റി? ഒരു certain ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി പോകുന്ന നമ്പർ ഓഫ് ഫ്ലക്സസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിൽ ഒരു certain എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ആ ഗ്യാപ്പിൽ ഞാൻ ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു കണ്ടക്ടറാണ്. ഒരു കണ്ടക്ടിങ് വയർ ആണെന്ന് വിചാരിക്കുക. അത് നമുക്ക് കോയിൽ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ആ കോയിലിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ അറേഞ്ച്മെന്റ് ഉണ്ട്. ആ ഒരു എയർ ഗ്യാപ്പിൽ ഒരു certain എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സിന് അകത്ത് ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ EMF ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ നമുക്ക് ഇവിടെ സാധിക്കും. ദെൻ ഒരു കമ്മ്യൂട്ടേറ്റർ, ഒരു കണ്ടക്ടർ മെറ്റീരിയൽ ഈ കോയിലിന്റെ അറ്റത്ത് കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അത് ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ബൾബ് ഇലുമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് മൂവ് ചെയ്യുന്നത്? കണ്ടക്ടറാണ് അല്ലെങ്കിൽ കോയിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ റൊട്ടേറ്റിംഗ് എ കോയിൽ അറ്റ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഈ കണ്ടക്ടറിന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്കൊരു EMF ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു AC വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് ബൈ റൊട്ടേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. അപ്പോൾ ഞാനിപ്പോ രണ്ടാമത്തെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ കോയിലിനെ ഞാൻ അവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചു. അതിനുശേഷം ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ഒരു certain ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്യാപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെ? അപ്പം അങ്ങനെ നമുക്ക് പോസിബിൾ ആകും. പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ട് പ്രാക്ടിക്കൽ ജനറേറ്റേഴ്സിൽ നമ്മൾ പൊതുവേ ജനറേറ്റേഴ്സിനെ ഓൾട്ടർനേറ്റർ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റർ എന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കുക, അതൊരു AC ജനറേറ്ററിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റർ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്ററിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കോയിലിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അത് പല പ്രയോജനങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സപ്ലൈ വെളിയിലോട്ടൊക്കെ എടുക്കാൻ അതാണ് എളുപ്പം. സപ്പോസ് നമ്മുടെ കോയിൽ റൊട്ടേറ്റിംഗ് ആണെങ്കിൽ ആ റൊട്ടേറ്റിംഗ് കോയിലിൽ നിന്ന് വെളിയിലേക്ക് സപ്ലൈ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ പാടായിരിക്കില്ലേ? അത് നിങ്ങൾ മെഷീൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് EMF ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എന്താ ഇൻ ആസ്പെക്ട് ഓഫ് തിയറിറ്റിക്കൽ സ്റ്റഡീസ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ EMF ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു AC സിംഗിൾ ഫേസ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അറേഞ്ച്മെന്റിന്റെ അകത്ത് ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയോ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്താലോ. എഫക്റ്റീവ്ലി നമുക്ക് എന്താ വേണ്ടത്? ഒരു കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യണം, അല്ലെ? ആ ഒരു കണ്ടക്ടറും മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു EMF ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന EMF പ്രധാനമായിട്ട് എന്തിനെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? ഒന്ന്, നമ്പർ ഓഫ് ടേൺസ്. അതായത് ഇവിടെ ഈ ഒരു കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുക, ഐ മീൻ കറണ്ട് ക്യാരി കേപ്പബിലിറ്റി കൂടുക. ഇൻ ദ സെൻസ് അവിടെ കൂടുതൽ EMF ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലേ? ഇപ്പൊ ഞാൻ വീണ്ടും ഇവിടെ ഇങ്ങനൊരു കണക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനൊരു കണക്ഷൻ കൊടുത്താൽ എഗെയിൻ അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMFന്റെ എമൗണ്ട് കൂടും. സോ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ
മോർ എഫിഷ്യൻ്റ്ലി ആ ഒരു ലിങ്കേജിൽ വേരിയേഷൻ സംഭവിക്കും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ സ്പീഡ് ഓഫ് റൊട്ടേഷൻ, ബേസിക്കലി നമുക്ക് ആ ഒരു കട്ടിങ്, ഫ്ലക്സിനെ കട്ടിങ് ആണ് നമുക്ക് കൂട്ടേണ്ടത്. സോ സ്പീഡ് കൂട്ടിയാലും നമുക്കവിടെ EMF ജനറേഷൻ കൂട്ടാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു 3 പാരാമീറ്റേഴ്സിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ EMF ജനറേറ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മോർ ഡീറ്റെയിൽ നമ്മൾ മെഷീൻസ് പഠിക്കുന്നുണ്ട്, കൂടുതൽ ഞാൻ പറയുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഒരു സിമ്പിൾ ഒരു AC ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഫേസ് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം? ഒരു ഫ്ലെക്സ് വിത്ത് റെസ്പെക്ട് ടു ഫ്ലെക്സ്, ഒരു റിലേറ്റീവ് മൂവ്മെന്റ് ഇൻ കോയിൽ, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു കോയിൽ എ റിലേറ്റീവ് മൂവ്മെന്റ് ഫോർ എ മാഗ്നറ്റിക് ഫ്ലെക്സ്. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു EMF ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒരു ജനറേഷൻ പറയുന്നത് നമ്മൾ എപ്പോഴും 2 ലോ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? അതായത് ഫാരഡേസ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയാറ്. ഏതൊക്കെ ലോസ് ആണ്? നമുക്ക് 2 ലോകളാണുള്ളത്. ഒരു ഒരു സിംഗിൾ ഫേസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ എന്ന് പറയുന്നത് ഫാരഡേസിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലോ ആണുള്ളത്. അതിനകത്ത് എന്താണ് പറയുന്നത്? ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് whenever a conductor is placed in a varying magnetic field an electromotive force is induced. അതായത് ഇപ്പം പറഞ്ഞ കാര്യം തന്നെ, ഇവിടെ ഒരു കോയിൽ ഇരിക്കുകയാണ്. ഈ ഒരു കോയിൽ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ, ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് അല്ലെ, ആ ബാർ മാഗ്നറ്റിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ചുറ്റും സ്വാഭാവികമായിട്ടും ഒരു ഫ്ലെക്സിങ്ങിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു certain ഈ ഒരു ബാർ മാഗ്നറ്റ് ഈ കോയിലിന് അടുത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് ഫ്ലെക്സിങ്ങിനെ ലിങ്ക് ചെയ്തിരിക്കും. ഈ ബാർ മാഗ്നറ്റ് മൂവ് എവേ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലിങ്കേജ് മാറും. അപ്പോൾ ഒരു 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 certain എമൗണ്ട് ഓഫ് ഫ്ലെക്സ് ലിങ്കേജ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലെക്സ് ഈ കോയിലിന് ഫീൽ ആവും അല്ലെ. അങ്ങനെ ഫീൽ ആവുമ്പോൾ ഈ കോയിലിന്റെ ടെർമിനൽസിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് whenever a conductor is placed in a very magnetic field, ഒരു വിത്ത് റെസ്പെക്ട് ടു ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെക്സിന്റെ അകത്ത് നമ്മൾ ഒരു കണ്ടക്ടർ കൊണ്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ അകത്ത് ഒരു EMF ജനറേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് ഫാരഡേസിന്റെ ഫസ്റ്റ് ലോ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ നേരെ സെക്കൻഡ് ലോയിലോട്ട് പറയും. ഇപ്പൊ ഈ ഫസ്റ്റ് ലോയിൽ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതിന്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പോസിറ്റീവ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അതൊരു സംഭവം ഉണ്ടായി വരും എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എഗെയിൻ ഫാരഡേ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒരു 1 സ്റ്റെപ്പ് എഹെഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ലോയും കൂടെ പറഞ്ഞു ഫാരഡേ. എന്താ പറഞ്ഞത്? ഫാരഡേ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു EMF ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ടായ EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചില പാരാമീറ്റേഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഫാരഡേ പറഞ്ഞത്. അതെന്തൊക്കെയാണ്? ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സ് ലിങ്കേജ് എന്നാണ് നമ്മൾ ഫാരഡേ രണ്ടാമത് പറഞ്ഞത്. അതായത് ആദ്യം പറഞ്ഞത് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും എന്ന് ഫാരഡേ പറഞ്ഞു വെച്ചു. രണ്ടാമത് പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു EMF ഉണ്ടാവുമല്ലോ, ആ ഉണ്ടാവുന്ന EMF അതിന്റെ വാല്യൂ എന്തായിരിക്കും? ആ വാല്യൂ എന്ന് പറയുന്നത് അവിടെ ആ കോയിൽ ഫീൽ ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, എത്രമാത്രം ചേഞ്ച് ഉണ്ട്, ഫ്ലക്സിന്റെ ലിങ്കേജിന് എത്രമാത്രം ചേഞ്ച് ഉണ്ട്, ആ ഒരു ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഇക്വേഷൻ നോക്കാം. എപ്സിലോൺ നമുക്ക് ഈ എപ്സിലോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻഡ്യൂസ് EMF E എന്ന് വിളിക്കാം. ഇസ് ഈക്വൽ ടു, തൽക്കാലം ഈ മൈനസും എന്നും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ട, ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി, dφ/dt എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, സോ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പം ഒരു ഹൈ ഫ്രീക്വൻസിയിൽ ഞാൻ ഈ ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന്റെ റേറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. എഗെയിൻ എനിക്ക് സപ്പോസ് ഒരു ബൾബ് കത്തിക്കാണെന്ന് വിചാരിക്കുക, പകൽ സമയമാണ്, വെളിച്ചമുണ്ട്, എനിക്ക് അത്ര ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കറണ്ടിനോട് ആവശ്യമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ നേരെ ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ബാർ മാഗ്നറ്റിന്റെ മൂവ്മെന്റിന്റെ ആ ഫ്രീക്വൻസി കുറച്ചു. അങ്ങനെയാകുമ്പോഴേക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് കുറയും, ഇൻഡ്യൂസ് EMF കുറയും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഈ N ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. N
d∅dt എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ n എന്ന് പറയുന്നത് നമ്മുടെ ഈ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ n എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴേക്കും കറണ്ട് ക്യാരിങ് കേപ്പബിലിറ്റി കൂടും, നമ്പർ ഓഫ് ഫ്ലക്സ് ലിങ്ക് ചെയ്ത നമ്പർ ഓഫ് ടേൺസ് കൂടും, അങ്ങനെ അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഫാരഡെ വന്നിങ്ങനെ പറഞ്ഞു ഇത്ര EMF അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു സംശയം അവിടെ റൈസ് ചെയ്തു. ഈ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നാണ് അപ്പോൾ നമുക്ക് വന്നിട്ട് ഡൗട്ട് എന്ന് വിളിക്കുന്നത്. ആശാൻ വന്ന് പറഞ്ഞു ഇത്ര EMF ജനറേറ്റ് ചെയ്യും, ഇങ്ങനെ സംഭവം EMF ജനറേറ്റ് ചെയ്യും, ആ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്നതായിരിക്കും. പക്ഷേ അപ്പോഴും സംശയം എന്താണ് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ ക്ലിയർ ചെയ്തത് മറ്റൊരു ശാസ്ത്രജ്ഞൻ വന്നിട്ടാണ് ആ ഡയറക്ഷൻ ക്ലിയർ ചെയ്തത്. അയാളാണ് ലെൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. നമ്മൾ ലെൻസസ് ലോ പഠിക്കുന്നില്ല. ലെൻസസ് ലോ പറഞ്ഞത് എന്താ, ഒരു ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ റിസൾട്ടിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ ഉണ്ടാവാൻ കാരണക്കാരനായവന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് ലെൻസ് പറഞ്ഞത്. അതായത് ഒരു പ്രോസസ്സ് വഴി ഒരു റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ റിസൾട്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ റിസൾട്ട് ഉണ്ടാവാൻ കാരണക്കാരനായവന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് ലെൻസ് പറഞ്ഞത്. ആ ഒരു ലെൻസസ് ലോന്റെ ഡയറക്ഷൻ, ആ ഒരു ലെൻസസ് ലോയുടെ കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു മൈനസ് എന്ന് പറയുന്ന ടേം നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അവൻ ഉണ്ടാവാൻ കാരണക്കാരൻ ആരാണ്? ആ ഫ്ലെക്സ് ആണ്. അപ്പൊ ഫ്ലെക്സിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു തന്നു. രണ്ട്, ഇൻഡ്യൂസ് EMFന്റെ ഡയറക്ഷന് പറഞ്ഞു തന്നു. ഓക്കെ, ഫാരഡേസ് ലോ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞത് ആ പ്രോസസ് എന്താണെന്ന് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും എന്നാണ് ഫാരഡേസ് ആദ്യം പറഞ്ഞത്. ആശാൻ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരിക്കുന്ന EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് d∅dt ആയിരിക്കും. സപ്പോസ് ഈ ഒരു n എന്ന് പറയുന്ന നമ്പർ ടേൺസ് ഉണ്ടെങ്കിൽ ഇൻറ്റു n കൂടെ നമുക്ക് ഇടാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഡിറക്ഷൻ പുള്ളി പറഞ്ഞിരുന്നില്ല. പിന്നീട് ലെൻസ് വന്നാണ് ആ ഒരു ഫിസിക്കലായിട്ട് അതിന്റെ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ ലെൻസസ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ലെൻസസ് ലോ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ഷൻ കിട്ടും. മൈനസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആ ഒരു സെക്കൻഡ് ലോയിൽ ഉൾപ്പെടുത്തി. ഓക്കെ, സോ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു മൈനസ് d∅dt, അല്ലെങ്കിൽ സപ്പോസ് n ഉണ്ടെങ്കിൽ മൈനസ് n d∅dt എന്നൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു EMF, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഫേസ് ജനറേറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കാം. അപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു ഫിഗറിൽ നമ്മുടെ കോയിൽ ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 0 ഡിഗ്രിയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് 180 കഴിഞ്ഞ് 270 കഴിഞ്ഞ് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ഒരു സെൻസറിൽ അല്ലെങ്കിൽ ഒരു വോൾട്ട്മീറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു കോൺസെപ്റ്റ് ആണ് സിനുസോയ്ഡൽ വേവ് എന്ന് പറയുന്നത്. അത് പ്യോർലി സിനുസോയ്ഡൽ ആയിരിക്കത്തില്ല. അത് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സിനുസോയ്ഡൽ ഷേപ്പുള്ള വേവ് ഫോം കിട്ടുമെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, ഐഡിയൽ കറന്റ് സോഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ ഐഡിയൽ കേസ് എടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു 360 ഡിഗ്രിയിൽ നമ്മുടെ കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റിൽ കാണിക്കുന്ന ഒരു വേവ് ഫോം ആണ് നമ്മുടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അത് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു സിനുസോയ്ഡൽ ഷേപ്പ് ഉള്ള ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ സൈൻ വേവിന്റെ നേച്ചേഴ്സ് എന്തൊക്കെ ആയിരിക്കും? ഒന്ന്, ഒരു പോസിറ്റീവ് റീജിയൻ കാണും, ഒന്ന് നെഗറ്റീവ് റീജിയൻ കാണും. ഒരു ഐഡിയൽ കേസ് ആണെങ്കിൽ ഈ പോസിറ്റീവ് റീജിയന്റെയും നെഗറ്റീവ് റീജിയന്റെയും ഏരിയ തമ്മിൽ സെയിം ആയിരിക്കും. അപ്പൊ അത് ഒരു സർട്ടൺ ടൈം പീരീഡ്, ഒരു 0 to ഒരു T എന്ന് ഞാൻ വിളിക്കുക, 0 to T വരെയുള്ള ടൈമിൽ T1 എന്ന് വിളിക്കാം. ഓക്കെ, ഇത് T1, ഇത് T2. ഓക്കെ, സോ 0 to T1 വരെ ഒരു പോസിറ്റീവ് പീക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനുസോയ്ഡൽ വേവും ദെൻ ആ T1 എന്ന് പറയുന്ന പോയിന്റിൽ അത് 0 ക്രോസ് ചെയ്ത് നെഗറ്റീവ് റീജിയനിൽ പോയിട്ട്
ഒരു T1 to T2 ഒരു നെഗറ്റീവ് പീക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനുസോയ്ഡൽ വേവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു എൻറ്റയർ പ്രോസസ്, ഈ എൻറ്റയർ പാത്തിനെയാണ് നമ്മൾ വൺ സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതാണ് സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഒരു വേവ് ഫോമിൽ, ഒരു കറന്റ് വേവ് ഫോം ആവാം, വോൾട്ടേജ് വേവ് ഫോം ആവാം, ഓക്കെ, ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീജിയൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ, ആ ഒരു റീജിയനെയാണ് നമ്മൾ വൺ സൈക്കിൾ എന്ന ഒരു സിനുസോയ്ഡൽ വേവ് ഫോം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസ് വോൾട്ടേജിന്റെ ഒരു വേവ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു പോസിറ്റീവ് റീജിയനും കാണും, ഒരു നെഗറ്റീവ് റീജിയനും കാണും. ആ ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കൂടുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഒരു വൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് ആംഗിൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കാം? ഈ 0 to ഇത് 90 ഡിഗ്രി, സോറി 180 ഡിഗ്രി, 0 to 180 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി വരുന്നത്. ഇത് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. ഓക്കെ, സോ നമുക്കൊരു 360 ഡിഗ്രിയുടെ ഒരു വേവ് ഫോം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതാണ് നമ്മൾ ബേസിക്കലി ഫേസ് ആംഗിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഡിഗ്രി പറയുമ്പോൾ 360 എന്ന് പറയാൻ സാധിക്കും. റേഡിയൻസ് ആണെങ്കിൽ 2π എന്ന്. ഇൻ ടേംസ് ഓഫ് പൈ നമുക്ക് പ്രോബ്ലം അനാലിസിസ് ഒക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ സൊല്യൂഷൻ ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് റേഡിയൻസ് യൂസ് ചെയ്യേണ്ടി വരും. 2π ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു 2π ആണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് ആംഗിൾ ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു 360 ഡിഗ്രിയാണ് വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൈക്കിൾ എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്താണ് ടൈം പീരീഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് പീക്കിൽ വന്ന് എഗെയിൻ 0 വന്ന് നെഗറ്റീവ് പീക്കിൽ പോയി 0 വന്നു, അല്ലെ? അതാണ് വൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമിനെയാണ് നമ്മൾ ടോട്ടൽ ടൈം പീരീഡ് എന്നുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരുന്നു അതിനെയാണ് നമ്മൾ ടൈം പീരീഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി T2 എന്ന് പറയുന്ന ടൈമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെ? സോ T2 ആണ് നമ്മുടെ ഈ ഒരു വേവ് ഫോമിന്റെ ഒരു ടൈം പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇൻ സെക്കൻഡ്സ് ആയിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ അനാലിസിസ് ഒക്കെ വരുമ്പോഴേക്കും ഇൻ ടേംസ് ഓഫ് സെക്കൻഡ്സ് ആയിരിക്കും നമ്മൾ ടൈം പീരീഡ് ഒക്കെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സൈക്കിൾ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് റേഡിയൻസ് അല്ലെങ്കിൽ ഡിഗ്രി ആയിരിക്കും, ടൈം പീരീഡ് സെക്കൻഡ്സിലായിരിക്കും. അപ്പോൾ എന്താണ് ടൈം പീരീഡ്? ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ആ ഒരു ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി. അപ്പൊ ഈ ടൈം പീരീഡ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ് ഫ്രീക്വൻസി. ഇപ്പൊ നമ്മൾ സൈക്കിൾ എന്താണെന്ന് പഠിച്ചു, ആ സൈക്കിളിന് വേണ്ടി സമയം പഠിച്ചു. എന്നിട്ട് ഇപ്പൊ ഇത് ഒരിക്കലും ഈ 0 ഒന്നും ഇവിടെ നിൽക്കുകയല്ല. എഗെയിൻ ഇവൻ ഇങ്ങനെ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോവല്ലേ. നമ്മൾ ഇതുവരെയാണ് ഇവിടം വരെ എത്താണ് പഠിച്ചത്. എഗെയിൻ നമ്മൾ നോക്കുമ്പോൾ എഗെയിൻ ഇവൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലായിട്ട് നമ്മൾ എത്തുന്നത്. അപ്പൊ ഇതൊരു ആർബിട്രറി ടൈമാണ് T2 എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്താണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ പറയാണ് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പോകുന്നുണ്ട്? ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര കംപ്ലീറ്റ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഈ വേവ് ഫോം? ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഈ ഒരു ഷേപ്പ് എത്ര തവണ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്നുകൊണ്ട് വിളിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര തവണ ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തീകരിക്കും, അതിനെയാണ് നമ്മൾ ഒരു ഫ്രീക്വൻസി എന്നുകൊണ്ട് വിളിക്കുന്നത്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഹട്ട്സിലാണ് നമ്മൾ ഫ്രീക്വൻസി എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഹട്ട്സ് ആയിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഫ്രീക്വൻസി എത്രയാണ്? 50 ഹട്ട്സ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 50 ഹട്ട്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പോകുന്നുണ്ടോ അതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സപ്ലൈ എല്ലാം ഒരു സെക്കൻഡിൽ 50 തവണയാണ് സൈക്കിൾസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഒരു ഫുൾ വേവ് റെക്ടിഫയർ വരുമ്പം എങ്ങനെയായിരിക്കും? ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പം അവിടെ 100 സൈക്കിൾസ് ആയിരിക്കും ഒരു സെക്കൻഡ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്രത്തോളം സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹട്ട്സ് ആണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ പറയാൻ സാധിക്കും ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? അപ്പോൾ ഫ്രീക്വൻസി ഒരു സെക്കൻഡ് എടുത്തിട്ട് ഫ്രീക്വൻസി കൂടുക ഇൻ ദ സെൻസ് എന്താ? ഫ്രീക്വൻസി കൂടുക ഇൻ ദ സെൻസ് ഇവൻ നേരെ ഇങ്ങനെ ചേർന്ന് വരികയാണ്, അല്ലെ? ഈ 0-യും
ഈ ഒരു നെക്സ്റ്റ് ക്രോസ് ഓവർ നെക്സ്റ്റ് സീറോയും തമ്മിൽ ചേർന്ന് വരുമ്പോഴാണ് ഹൈ ഫ്രീക്വൻസി ആവുന്നത് അല്ലെ. അപ്പോൾ ടൈം പീരീഡ് കൂടുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫ്രീക്വൻസി കുറയും. കാരണം ടൈം പീരീഡ് കൂടുക ഇൻ ദ സെൻസ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവേണ്ട ടൈം കൂടുകയാണ് അല്ലെ. ടൈം കൂടുക ഇൻ ദ സെൻസ് ഒരു സെക്കൻഡിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ട നമ്പർ ഓഫ് സൈക്കിൾസിന്റെ എണ്ണം കുറയും അല്ലെ. അപ്പൊ ടൈം പീരീഡ് കൂടുക ഇൻ ദ സെൻസ് ഫ്രീക്വൻസി കുറയും, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുക ഇൻ ദ സെൻസ് ടൈം പീരീഡ് കുറയും. രണ്ടും നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കണ്ടീഷനാണ് വരുന്നത്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കണ്ടീഷനിലാണ് വരുന്നത്.